കേരളത്തിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയലുകളിൽ ജനപ്രിയ സീരിയലുകളിൽ ഒന്നാണ് മധുരം നമ്പരക്കാറ്റ്. മീര വാസുദേവ്, വിവേക് ഗോപൻ, ബോബനാലിമൂഡ്, മഹേഷ് എന്നിങ്ങനെ വൻ താരനിര തന്നെയാണ് ഈ സീരിയലിലുള്ളത്. സീരിയൽ തുടങ്ങി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയിരുന്നു ഈ പരമ്പര. ഇപ്പോൾ മധുരം നമ്പരക്കാറ്റ് സീരിയൽ ലൊക്കേഷനിൽ നിന്ന് അത്ര രസകരമല്ലാത്ത വാർത്തകളാണ് പുറത്തു വരുന്നത്. മധുരം നമ്പരക്കാറ്റ് ലൊക്കേഷനിൽ വെച്ച് അസിസ്റ്റന്റ് ഡയറക്ടർ പ്രമുഖ നടൻ മഹേഷിനെ ആക്രമിച്ചു എന്ന വാർത്തകളാണ് പുറത്തു വന്നത്. ആക്രമണം നടത്തിയ അസിസ്റ്റന്റ് ഡയറക്ടറെ സീരിയലിന്റെ സംവിധായകൻ ശരത് സത്യ ഉടൻ തന്നെ സീരിയലിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഫെഫ്ക മലയാളം ഡിജിറ്റൽ ടെലിവിഷൻ യൂണിയൻ ജനറൽ സെക്രട്ടറി വയലാർ മാധവൻകുട്ടി പുറത്തുവിട്ട പത്രക്കുറിപ്പിലൂടെയാണ് ഈ വിവരം പുറത്തു വന്നത്. സീരിയൽ രംഗത്ത് ആവശ്യമില്ലാത്ത പ്രവണതകളും അക്രമവാസനകളും സമീപകാലത്തായി കണ്ടുവരുന്നത് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഷൂട്ടിംഗ് സെറ്റിൽ ആരായാലും മുഖം നോക്കാതെ നിയമത്തിന് മുന്നിൽ ഏൽപ്പിക്കാൻ ഓരോ അംഗത്തിനും ബാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതോടൊപ്പം മധുരം നമ്പരക്കാറ്റ് എന്ന പരമ്പരയുടെ ലൊക്കേഷനിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ജിജോ ജോൺസൺ പ്രശസ്ത നടൻ മഹേഷിനെ ആക്രമിച്ചെന്ന വിവരം ഞെട്ടിക്കുന്നതാണ്. ആ പ്രശ്നമുണ്ടായ ഉടൻ തന്നെ ആ അസിസ്റ്റന്റ് ഡയറക്ടർ ഒഴിവാക്കിയ സംവിധായകൻ ശരത് സത്യയ്ക്കും പ്രൊഡക്ഷൻ കൺട്രോൾ റമീസിനും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നതാണെന്നും ഇത്തരം അക്രമവാസന ഉള്ളവർക്ക് യൂണിയനിൽ അംഗത്വം നൽകുകയില്ലെന്നും അദ്ദേഹം അറിയിക്കുകയുണ്ടായി. ടെക്നീഷ്യന്മാരും നടീനടന്മാരും തമ്മിൽ പരസ്പര ബഹുമാനവും സൗഹൃദവും പൊരുത്തവും നിലനിൽക്കേണ്ടതുണ്ട്. ടെക്നീഷ്യന്മാരായാലും നടീനടന്മാരായും അച്ചടക്കമില്ലായ്മയും ക്രിമിനൽ സ്വഭാവവും അക്രമവാസനയും കൊണ്ട് സീരിയൽ രംഗത്തിന്റെ കെട്ടുറപ്പ് തകർക്കാൻ ശ്രമിച്ചാൽ അവരെ തിരിച്ചറിഞ്ഞ് ഈ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും തക്കതായി ശിക്ഷ ലഭിക്കാൻ വേണ്ട നടപടികൾ എടുക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. യാതൊരുവിധ പ്രകോപനങ്ങളും കൂടാതെയാണ് അസിസ്റ്റന്റ് ഡയറക്ടർ മഹേഷിനെ ആക്രമിച്ചത്. സമാന രീതിയിൽ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സീരിയലിലും നടിമാർ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും നടന്നിരുന്നു. തുടർന്നാണ് ഇത്തരം ഒരു വാർത്ത കൂടി സീരിയൽ രംഗത്തുനിന്ന് പുറത്തുവരുന്നത്. ഈ വാർത്തയുടെ ഞെട്ടലിലാണ് സീരിയലിന്റെ ആരാധകർ. ഈ പ്രശ്നങ്ങൾ ഒന്നും തന്നെ സീരിയലിന്റെ ഷൂട്ടിങ്ങിനെ ബാധിക്കാതിരിക്കാനുള്ള നടപടികൾ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും എടുത്തിട്ടുമുണ്ട്. സിനിമയിലും സീരിയലിലും ഒരുപാട് തിളങ്ങി നിന്ന താരമായിരുന്നു മഹേഷ്. ഇപ്പോഴും സിനിമയിൽ സജീവമാണ് അദ്ദേഹം. എന്തായാലും അദ്ദേഹം ഈ പ്രശ്നത്തെക്കുറിച്ച് കൂടുതലൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. സീരിയലിൽ ഇത്തരം ഒരു പ്രശ്നം നടന്നതിന്റെ കാരണവും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.